audience. വാക്ക് പറഞ്ഞ അതിന് വില വേണം. അല്ല അവൻ പറഞ്ഞ കേട്ട് ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞതല്ലേ. അങ്ങോട്ട് പോകണ്ട മക്കളെ. കഷ്ടം. എങ്ങും പോകുന്നില്ല ഇപ്പൊ എങ്ങും പോകുന്നില്ല. ഇപ്പൊ വേറെ ആവശ്യം ഗ്ലേറ്റ് അങ്കിൾ വരും, അപ്പൊ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ടാണ് പോകേണ്ടത്. അല്ല നമ്മൾ എല്ലാവരുടെ പോകുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചല്ലേ പോകുന്നത്. ആ തിരുനോക്കണം. എന്താടാ എന്തോടെ ഇത്? ആണുങ്ങളെ വാക്ക് പറഞ്ഞ വില വേണം. അല്ല കഷ്ടം തന്നെ നല്ലതാണ്. അല്ല ഇവൻ പറഞ്ഞപ്പോ അത് കേട്ട് ഒരുങ്ങി ഇറങ്ങി എന്നെ പറഞ്ഞതല്ലേ. അറിയാലോ ക്ലീറ്റൻ ആദ്യമായിട്ട് കാണണല്ലോ. എനിക്ക് ആരെന്ന് അറിയാൻ പാടില്ല. എന്നോട് പറഞ്ഞു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞത്. കാണാത്തപ്പോൾ എന്നെ നോക്കി ദേഷ്യപ്പെട്ടിട്ടെന്താ കാര്യം? എന്നോട് പറയാൻ അറിയാമോ? 3 മണിയാകുമ്പോൾ റെഡി ആയിരുന്നോളാം, ഇപ്പൊ ഇങ്ങ് വരുമെന്ന്. എന്തെങ്കിലും പാർട്ടിയുടെ തിരക്കുണ്ടാവും. ക്ലീറ്റോ ചേട്ടൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണുമെന്നേ. അപ്പൊ എനിക്ക് വേറെ അത്യാവശ്യങ്ങളൊന്നുമില്ല. എങ്കിൽ പിന്നെ പറയരുതായിരുന്നു. എന്നെയും കൊണ്ടുപോകാന്ന് പറഞ്ഞോണ്ടാണല്ലോ ഞാൻ. എന്നെ സുരേഷ് വിളിച്ചാൽ ഞാൻ പോയില്ലല്ലോ. എന്ത് വരും ചേട്ടൻ, ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യും. എത്ര നേരം വെയിറ്റ് ചെയ്യണ ഞാൻ? എന്റെ പൊന്നു പോലെ ഇത് എന്തോത്തിനായി പോണത്? ആഘോഷിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ കിടന്ന് ചാടണ? ഇത് കാര്യത്തിനാ? എന്തായാലും ആണുങ്ങൾ പറഞ്ഞൊരു വില വേണം. വിളിച്ചു നോക്കിയാ എടുക്കട്ടെ? എടുക്കുന്നു. അതല്ല മര്യാദ. വിളിച്ചാൽ എടുക്കുകയില്ല. അല്ല ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പൊ ഞാൻ പറ്റുന്നതാണ് നല്ലൊരു ആഘോഷം. ശരി, സ്വന്തം അളിയനായിട്ടാവട്ടെ. ആടെ അതെന്താ അമ്മാവന് പകരം കാര്യക്കാരൻ വരുന്നത്? അമ്മാവൻ എന്ത് ചെയ്ത്? അമ്മാവന് കുറച്ച് തിരക്കാ. നാളെ വരും. ഇത് ഇവിടെ തരാൻ പറഞ്ഞു. മാത്രമല്ല എനിക്കില്ലേ? ഇത് 2 പേർക്കും കൂടിയാണിത്. ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകണതാ. എന്താവശ്യം? അത് നിങ്ങൾ ബന്ധുക്കളായതുകൊണ്ട് പറയാം. ഇത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി മാമൻ പ്രത്യേകിച്ച് പറഞ്ഞു. ഏതപ്പുറത്തെ വീട്? അപ്പുറത്തൊരു കുട്ടിക്ക്. ഏത് കുട്ടി? അപ്പുറത്തൊരു കുട്ടി ഗിരിജ എന്ന എന്തോ ഒരു പേരെൻ്റെ അടുത്ത് പറഞ്ഞു. ആ കുട്ടി അവിടെ ഇല്ല. ഗിരിജ കുട്ടിക്ക് ഞങ്ങൾ കൊടുത്തേക്ക് എങ്ങ് തന്നേരം. നിങ്ങൾ കൊടുത്താൽ ശരിയാവത്തില്ല. അത് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു അണ്ണൻ. എന്നുവെച്ചാൽ കുട്ടിയുടെ മുഖഭാവം ഇത് കൊടുക്കുമ്പോൾ ഉള്ളൊരു മുഖഭാവം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു. ആ മുഖഭാവമൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെ തന്നേക്ക്. തന്നോ? ഞങ്ങൾ കൊടുത്തോളാം. കൊടുക്കോ? നല്ലോണം മുഖഭാവം നോക്കാൻ അറിയാം. കൊടുത്തേക്കണേ. ഓ കുട്ടി തള്ളേ, അത് തള്ള. എന്റെ ദൈവം മുഖഭാവം നോക്കണോ? എന്നാലും അതിനേക്കാൾ മോശമാണ് നിന്റെ ചേട്ടൻ. എത്ര നേരം അറിയാമോ വായി നോക്കി? ഞാൻ പോണില്ല. നീ എൻ്റെ കൂടെ നടക്കില്ലെന്നറിയാം. നീ എന്നെ പിടിക്കില്ല. തുമ്പപ്പൂ പോലെ എന്നെ ആരും പിടിക്കില്ല. സാറേ നിന്റെ ഞാൻ മന്ത്രിയാവും, മുഖ്യ പ്രധാനമന്ത്രി. എന്നിട്ട് നിന്നെ ഞാൻ സ്കൂൾ വരുത്തിയും നീ എന്നെ സെല്യൂട്ട് ചെയ്യും. തുമ്പപ്പൂ പോലെ ചിരിച്ചും നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം തങ്കം. ആരെഴുതി അറിയാമോ? എന്റെ ഫ്രണ്ടാ, എന്റെ കൂടെ എന്റെ പൊന്നവന് സുരേഷ്, എന്റെ മുത്താണൻ. തുമ്പപ്പൂ പോലെ കനക പോലീസുകാരാ.
ക്ലീറ്റോ 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 എഴുന്നേക്ക് ക്ലീറ്റോ. എഴുന്നേക്കാൻ ഇത്ര നേരം ഞാൻ വിളിക്കണമെന്ന് അറിയാവോ? ക്ലീറ്റോ, ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കും കേട്ടോ. ആ പിന്നെ പെരുപ്പ് വരാതിരിക്കണ എങ്ങനെയാ? നിങ്ങക്ക് 4 കാലിലാണ് വരുന്നത്. ഞാൻ ഇന്നലെ എപ്പോ വന്ന കാര്യം നിന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ ക്ലീറ്റോ. വന്ന് എന്ത് ഇന്നലെ ആരെങ്കിലും നിങ്ങൾ ഉറക്കിയിട്ടുണ്ട്? ആ കനകൻ എപ്പോഴാ പോയി കിടന്നതെന്ന് അറിയാവോ നിങ്ങൾക്ക്? അവനെ ഞാൻ എന്തോ ചെയ്ത്? അയ്യോ, ഒന്നും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇന്നലെ തുമ്പപ്പൂവിൽ ആരെങ്കിലും കൈവശം തന്നോ? തുമ്പപ്പൂ? എന്താ? എനിക്കും തുമ്പപ്പൂ, ചിരിച്ച് തുമ്പപ്പൂ തുമ്പപ്പൂ എന്ന് പറഞ്ഞ പാട്ടും പാടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. സത്യം പറ ക്ലീറ്റോ, നിങ്ങൾ എവിടെയാ പോയത് ഇന്നലെ? ഇന്നലെ മറ്റേ പ്രാവു സാബു ഇല്ലേ, അവൻ ബോംബെന്ന് വന്നു. അവൻ വന്നിട്ട് വിളിച്ച് അങ്ങനെ അവിടെ പോയി. എന്തോ ഒരു സാധനം, ഒരു ഗൾഫിൻ്റെ സ്കോച്ച് ഒരു 2 കഴിച്ചു തങ്കം. അപ്പോൾ അവനവിടെ ഇരുന്ന് ഈ പാട്ട് പാടി. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ വേറെ ഒന്നും ഓർമ്മയില്ലേ? ഇന്നലെ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചോ? പൈസ? ആ, എന്തിന്? അതാ ചോദിക്കണേ, എന്തിനാ പൈസ മേടിച്ചത്? ഞാൻ പൈസ വാങ്ങിയതിന്? നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ലല്ലോ. പൈസ തരാനുള്ള ആൾ ഇതേ അവിടെ വാതൊക്കെ വന്ന് നിപ്പുണ്ട് കാറിന്. ആരാ അത്? ഞാനും അതാ ചോദിക്കണേ. ആ ക്ലീറ്റോനെ കാണണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പൈസ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് തിരിച്ചു കൊടുത്തോ. ഇന്നലെ ഞാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസ എല്ലാം ഉണ്ടായിരുന്നു. ആ പൈസ മാത്രമല്ല, 2 സ്വർണ്ണ ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ തിന്ന് വിശന്നപ്പോൾ. ഞാൻ പൈസ വാങ്ങിച്ചില്ല. നിങ്ങൾക്ക് ആരെയൊന്നും വാങ്ങിച്ചില്ല പൈസ? പിന്നെ ആരാന്നാ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ആരെന്തോ പറഞ്ഞു? പേര് പറഞ്ഞാ? എന്തോ ജയ്മോൻ എന്തോ പറയുന്നുണ്ട്. ജയ്മോനാ? ചെന്ന് നോക്ക് ക്ലീറ്റോ ആരാണെന്ന്. എന്തിനാണ് ഈ പറ്റാത്ത പണിക്ക് നിൽക്കുന്നത് നിങ്ങൾ? നേരം വെളുക്കുമ്പോൾ തലവേദന, ഓർമ്മക്കുറവ്, ഇഴച്ചില്, കുടിക്കണതോ കയ്പ് വെള്ളം. പോ ഇവിടുന്ന്. അയ്യോ, വയ്യ. മനുഷ്യൻ ഇച്ചിരി ഒന്ന് കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. നേരം വെളുക്കുമ്പോൾ ഓർത്തുന്ന ചേട്ടാ, നമ്മൾ ഇന്നലെ പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ട് ഇന്നലെ ഇച്ചിരി ഓവറായിപ്പോയി. അതാണ് എനിക്ക് പെട്ടെന്ന് ആളിനെ മനസ്സിലാത്ത. എവിടെ പോയിട്ട് വരണേ? നമ്മൾ ഇന്നലെ ഒരു കാര്യം സംസാരിച്ചില്ലായിരുന്നു? അല്ല, ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ എനിക്കൊരു പ്രേമം ഉണ്ടെന്നൊക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞു. ശരിയാ. അത് പ്രേമിച്ചോ? ഈ പ്രായത്തിലല്ലേ പിന്നെ എപ്പോഴായാലും പ്രേമിക്കണത്? അതെ, അപ്പോൾ ചേട്ടനാണ് ഇന്നലെ എനിക്ക് ധൈര്യം തന്നത്. എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ അവളെ എന്തുവരെ കൊടുത്ത് സ്വന്തമാക്കണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പറഞ്ഞ? പിന്നെ അതെ, ഞാനീ പറഞ്ഞില്ലേ, ഞാനങ്ങനെ ആയിരുന്നു. നമ്മളീ പറഞ്ഞില്ലേ, ഞങ്ങൾ അത്ര ഇഷ്ടമായിരുന്നു. ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ അങ്ങനെ ചെയ്ത ആളാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പറയില്ലേ, 2 മനസ്സുകൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെ ആരെയും തിരിഞ്ഞും പിരിഞ്ഞും നോക്കല്ലേ, എങ്ങനെയാലും ഒന്നാവാൻ നോക്കണം. അല്ല, ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാലേ കുറച്ച് പണമുള്ള വീട്ടിലെ പെണ്ണായിരുന്നു. പണം? എന്തോന്ന് പണം? മനസ്സുകൾ തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ പണമൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇത് തന്നെയാണ് ചേട്ടൻ ഇന്നലെ പറഞ്ഞത്. പിന്നെ അടിച്ച ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൻ്റെ ഒരു ആണല്ലേ, മനസ്സുകൾ ഒരുമിപ്പിക്കാതെ ഭയങ്കര ഒരു ഇതാണ്. അല്ല, ആ ധൈര്യത്തിലാണ് ഞാൻ മാളിനെ വിളിച്ചിറക്കേണ്ടി വന്നതേ. വിളിച്ചിറക്കണ്ടോ? പിന്നെ ചേട്ടൻ എവിടെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു വിളിച്ചിറക്കി ഇങ്ങോട്ടോ. അല്ല, ചേട്ടൻ മനസ്സിൽ തട്ടി പറഞ്ഞാൽ എനിക്കറിയാം. മാള് വണ്ടി തന്നെ ഉണ്ട്. വിളിക്കട്ടെ മാളു? മാളു മാക്കുട്ട സാറിന്റെ മോള്. മാവുക്കട്ട സാറിനെ പോട്ടെ. ക്ലീറ്റോ അങ്കിളെ കല്യാണത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യാമെന്ന് ജയേട്ടനോട് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇറങ്ങി പോന്നേ. എൻ്റെ പൊന്നു മോളെ, ഞാനത് ഒരു തമാശ പറഞ്ഞല്ലേ. അങ്കിൾ ഒരുപാട് തമാശ പറയാം. അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയോ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ചേട്ടൻ എല്ലാം ഏറ്റവും പറഞ്ഞിട്ടാ. ഞാൻ ഇന്നലെ പോയി 20 പൊറോട്ട, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, പിന്നെ പറഞ്ഞ ചിക്കൻ റോസ്റ്റ് വേണം, എനിക്ക് ബീഫ് റോസ്റ്റ് വേണം. എന്നിട്ട് പോയി ബീഫ് റോസ്റ്റ് വാങ്ങിട്ട് വന്നു. ബീഫ് റോസ്റ്റ് വെച്ച് പറഞ്ഞ് ബീഫ് റോസ്റ്റിൽ എവിടെ മുട്ടൻ ചോദിച്ചു. ബിരിയാണിയാണ് മുട്ട കിടക്കാൻ. എന്നിട്ട് ഞാൻ അതൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് എല്ലാം കൂടെ കഴിച്ചിട്ടാട്ടോ ഈ വർത്താനം പറയണ. എന്താ പഠിക്കുന്നത്?
ബിടെക് സെക്കൻഡ് ഇയർ. എൻ്റെ പൊന്നു കുഞ്ഞെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പോരെ. പോരാ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ രസമാണ്. എൻ്റെ മോളെ അച്ഛനും വലിയ അപ്പുക്കുട്ട സാറും അറിഞ്ഞോണ്ടല്ലോ ക്ലീറ്റോങ്ങളുടെ കഴുത്തിന്റെ മുകളിൽ തല കാണൂല. ഏത് സാറെന്നാലും ഒരു പ്രശ്നമില്ല. അല്ല എന്നാണ് ചേട്ടൻ ഇന്നലെ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ഒരു സത്യം പറയട്ടെ, ഇന്നലെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അതെന്റെ കുറ്റാണോ? നീ എന്നാലും ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്ന പ്രശ്നമില്ല. എന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എനിക്കറിഞ്ഞൂടാ എന്താ കൊച്ചു പറഞ്ഞേ? എന്തൊക്കെയാ വിളിച്ചതിനെ തുറക്കാൻ പറ. അളിയാ മോളെ മോളെ ഇല്ല, ഒന്നും പറയണ്ട. മോളെ ചേച്ചി പറയട്ടെ, ഒന്ന് വാതില് ഒന്നും പറയണ്ട. ഞങ്ങളുടെ കല്യാണം നടത്തിയിട്ട് ചേച്ചിമാര് സംസാരിച്ചാ മതി. അളിയാ പിണങ്ങി പോവല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യളിയാ. നീ ഇന്നലെ ഒറ്റയ്ക്ക് പാർട്ടിക്ക് പോയിട്ടുണ്ടായ കാര്യമല്ലേ ഇത്? അല്ല ഞാൻ നീ ചെയ്ത് നീ തന്നെ അങ്ങ് എടുക്കണം. എങ്ങനെ പറയില്ല, എന്തെങ്കിലും ചെയ്യ എൻ്റെ പൊന്നളിയാ. സ്റ്റേഷനിൽ വിളിച്ച് പറയാം. സാറേ അത് ചെയ്യല്ലേ സാർ. ഈ ചേട്ടൻ ഇന്നലെ പറഞ്ഞെന്നറിയോ? അളിയും പോലീസിലാണ്, പുള്ളി എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിക്കോളും എന്നോട് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ചുമ്മാ ചേട്ടൻ ഓർമ്മയില്ല. എന്റെ കുറ്റാണോ? അവിടെ പോയി അവിടെ പോയി. അതെ, ഏത് ഈ പയ്യൻ ഒരു അവിവേകം കാണിച്ചു. അതിനേക്കാളും വലിയ അവിവേകമാണ് നീ കാണിച്ചത്. എൻ്റെ നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ പറയാവൂ. ആവശ്യമില്ലാതെ പിള്ളേർ പറഞ്ഞ് ഇളക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. എടാ ഞാൻ ഫിറ്റിന്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയി. ഫിറ്റ് 2 കുപ്പി ചിക്കായി ഇവിടെ നാണം കൊണ്ടടാ കണ്ടവന്റെ ഭാഗത്തുനിന്ന് ജീവിക്കാനായിട്ട്. നീ അവിടെ മിണ്ടായിക്കോ അവിടെ. ചുമ്മാ ഇരടാ അവിടെ. ഈ വക്കുകുട്ടിയോ ഇത്തരം വെപ്രാളത്തിൽ ഇതൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചാ. അപ്പുക്കുട്ട സാറും ബാവുക്കുട്ട സാറും ഒക്കെ അറിഞ്ഞാണ്ടല്ല എൻ്റെ രാഷ്ട്രീയ ഭാവി പോവും. അത് ആലോചിക്കണമായിരുന്നു, നീ അത് ആലോചിക്കണമായിരുന്നു. സാറേ അല്ല, നമുക്ക് പിറക്കാൻ പോണ കുട്ടിക്ക് ഉണ്ണിമായ എന്ന് പേരിടാന്ന് ചേട്ടൻ ഇന്നലെ പറഞ്ഞായിരുന്നു. എടാ ഇപ്പം മിണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറഞ്ഞടാ അതൊക്കെ. ചുമ്മാളിയാ നിന്നാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ അതും പറയാൻ അപ്പുറം പറയുന്നു. അതിന് ജനിക്കാൻ പോകുന്ന കൊച്ചിൻ്റെ പേര് നീ വാഗ്ദാനം ചെയ്യാണ്. അതാണ് നീ. എടേ എൻ്റെ ബുദ്ധിയിലാണെങ്കിൽ ഒന്നും ഒതുക്കണില്ല, നീ എന്തെങ്കിലും ഒന്ന് പറയളിയാ. നിനക്ക് ബുദ്ധി ഇല്ലല്ലോ. എനിക്ക് ബുദ്ധിയില്ല, ഞാൻ മണ്ടനാണ് സമ്മതിച്ചു. പക്ഷെ നീ നിന്റെ ബുദ്ധിയിൽ, പോലീസ് ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു വഴി ഇതൊന്ന് കാണിച്ചതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി ഈ ചെറുക്കനെന്ന്. അതെ ഞങ്ങളെ പിരിക്കാൻ നോക്കിയുണ്ടല്ലോ, ഞാൻ ഈ മാവിൽ കെട്ടി തൂങ്ങിയിട്ട് കിണറ്റോട്ടെടുത്ത് ചാടും. ഞാൻ ഇല്ലെന്ന് പറ. സാറേ തട്ടി നോക്ക്. ഹലോ, ചെറിയ ചുമ സാറേ. ഓ അതെയോ, കാണാനില്ലേ? ഇല്ല സാറേ, സ്റ്റേഷനിലൊന്നും അറിയിക്കണ്ട, നമുക്ക് കണ്ടെത്താം. ആ ഞാനും നമ്മളെ പിള്ളേരും കൂടെ ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് മതി സാറേ അടുത്ത സ്റ്റെപ്പ് എടുക്കലൊക്കെ. അവനെ തട്ടിക്കളയാനാ? അതൊന്നും വേണ്ട സാറേ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, പിള്ളേരല്ലേ. സാർ ഇപ്പോൾ സാറൊന്നും ചെയ്യണ്ട, ഞാനും നമ്മുടെ അണികളെല്ലാം കൂടെ ഞങ്ങൾ ഇറങ്ങി കണ്ടുപിടിച്ച് സാറിൻ്റെ മോളെ തിരിച്ചെത്തിച്ച് തരും. ആ ഓ ചെയ്യാം സാറേ. ബാവക്കുട്ട സാറിനെ ഒന്ന് സമാധാനിപ്പിക്കണേ. ഓ ഓ ഓ സാർ സാർ. സാറേ തിരിച്ചുകൊണ്ടുപോകാൻ പറ്റൂല. ഉണ്ടാവണം അല്ലേ? അയ്യാ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ കാര്യം. സാറേ കൊച്ചിൻ തേടി ഒന്നുമില്ല, ഒന്നും പറയണ്ട. എന്തായി? എന്താ? കഥ പറഞ്ഞേ. ഇല്ല, തുറക്കത്തില്ല. മാളു, ഞാനൊരു പോലീസുകാരനാണ്. അതിന് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. നിങ്ങൾ ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്. മാളു ഉറപ്പാണോ? ഉറപ്പ് ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്. പ്രോമിസ് ഇറങ്ങ്. എല്ലാത്തിനും നമുക്ക് സാവകാശം ഉണ്ടല്ലോ. അതിന് മുറിയൊക്കെ അടച്ചിരുന്ന എന്താ? പിന്നല്ലേ, നിങ്ങൾ പ്രായപൂർത്തിയാവല്ലേ, എന്നിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? അപ്പടോ ഇവരൊക്കെ പരിചയപ്പെട്ടായിരുന്നോ? ഇത് എൻ്റെ 2ാമത്തെ മോൾ, ഇതെൻ്റെ ഭാര്യ.
ഇതെൻ്റെ മൂത്ത മോൾ. അതെൻ്റെ മോള്, ഒരേ ഒരു മോള്. അയ്യോ വന്നില്ലല്ലോ അച്ഛനും അപ്പുറത്തോ ഇപ്പുറത്തും വന്നില്ലല്ലോ, അപ്പുറം ഇപ്പുറത്തും വന്നില്ലല്ലോ. ഇതുപോലെ ആയിരിക്കുമല്ലേ ബാബുക്കുട്ട സാറും മോളെ വളർത്തിട്ടുണ്ടാവുക. ഇതുപോലെ അല്ലളിയാ, ഇതിലും വാത്സല്യത്തോടെയാണ് വളർത്തിയത്. നിനക്ക് അറിഞ്ഞൂടെ തങ്കം, ആ വീടിന്റെ അളിയാ ഫ്രണ്ട് റൂമിന്റെ ഭിത്തി നിറയെ ഈ കൊച്ചിനെ പെറ്റിട്ടത് മുതൽ ഈ പ്രായത്തിലുള്ള ഫോട്ടോ വരെ വെച്ച് സാറ് കൊഞ്ചിച്ച് ലാളിച്ചിരിക്കുന്ന ഫോട്ടോ വെച്ചിട്ടുണ്ട്. പൊന്നെ അന്ന് ഞങ്ങൾ അവിടെ പോയില്ലേ വീട്ടില് ബർത്ത്ഡേക്ക്, കാണണോടെ ഈ കൊച്ചിനെ മേടിച്ചു കൊടുത്തേക്കണ ഉടുപ്പൊക്കെ കാണണം. ഞാൻ സിനിമയിലും സീരിയലൊക്കെ കണ്ടിട്ടുള്ളൂ. എന്തൊക്കെ സാധനം അറിയാം ഇതിന് മേടിച്ചു കൊടുത്തേക്കുന്നത്. നിനക്ക് അറിഞ്ഞൂടെ നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം മേടിച്ചു കൊടുക്കൂലേ. നമ്മുടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കും. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, അതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ തല്ലും വഴക്കൊക്കെ പറയായിരിക്കും, പക്ഷെ മുഖത്തൊരു കുരു വന്നാൽ നമുക്ക് ആദ്യം ദൈവം എന്ത് പറ്റി എന്റെ കൊച്ചിനെന്ന് ഓർക്കും. അല്ല ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സാറിന് അങ്ങനെ തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞത് അച്ഛനോട് പറഞ്ഞു. ഞാൻ സംസാരിച്ച പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. പുള്ളി പറഞ്ഞ് അവരുടെ ഇഷ്ടം, എന്റെ മോളുടെ ഇഷ്ടം എന്താണോ നടക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല പിന്നെ പുള്ളിക്ക് എന്തോ നെഞ്ചു പെട്ടെന്ന് കേട്ടപ്പോ മോളിങ്ങനെ പോയി എന്നറിഞ്ഞപ്പോ ഒരുപാട് ഓമനിച്ച് കൊഞ്ചിച്ച് വളർത്തിയതല്ലേ. അതിനങ്ങനെയല്ലേ. മാത്രമല്ല ഒരു തൊഴിലില്ലാത്ത ഒരുത്തന്റെ കൂടെയാണ് ഇറങ്ങി പോയെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്നുണ്ടായ ഒരു നെഞ്ചുവേദന. അതിനിപ്പോ എന്ത് കുഴപ്പം? ഇപ്പൊ രണ്ടുപേരും ജോലിക്കൊണ്ടൊന്നുമില്ല. അവനിപ്പോ ജോലിയില്ലേ വേണ്ട, അവൻ വീട്ടിൽ ഇരുന്നോളൂ. അവർക്ക് ജോലി കൂടെ അവിടെ തങ്കം തൊഴിലുറപ്പിന് പോകണില്ലേ? തൊഴിലുറപ്പിന് പോകല്ലോ. പിന്നെ ബാബുക്കുട്ട സാറിന്റെ മോള് തൊഴിലുറപ്പാണ്. എന്തേ തൊഴിലുറപ്പ് മോശമാണോ? 19 പണി കിട്ടും കൊല്ലത്തില്, 300 രൂപ ദിവസം ശമ്പളം ഉണ്ടാക്കാം. പിന്നെ സുഖമായിട്ട് അവർക്ക് ജീവിക്കാം. അത് തന്നെയല്ല ചെറുക്കൻ എന്തായാലും ജോലിയില്ല. ഇവക്ക് അന്തസ്സായിട്ട് അവനെ പോറ്റാൻ പാടില്ലേ? അവന് ജോലി ഇല്ലാത്തതാണ് ഒരു കണക്കിന് നല്ലത്. നിങ്ങള് പുതുമൂടിയല്ലേ, എപ്പോഴും അടുത്തിരിക്കാനൊക്കെ കൊതിയുണ്ടാവും. ഇതാവുമ്പോഴത്തേനും എന്താന്ന് വെച്ചാല് അവന് ഇതേപോലെ വന്നിട്ട് കപ്പലിന് മേടിച്ചു കൊടുത്ത് അവൻ അതും കുറച്ചുകൊണ്ട് ഇവിടെ പുറകെ തൊഴിലുറപ്പിന്റെ സ്ഥലത്ത് പോയിരിക്കും, അവിടെ ഇരിക്കും. അവക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, ഇവിടെ ഇരിക്കാം ഇച്ചിരി നേരം, സുഖമായിട്ട് ജീവിക്കാം. 300 കിട്ടല്ലേ, 2 പേർക്ക് കഴിഞ്ഞാൽ പോരെ? അപ്പുറം എന്താ വേണ്ടത്? അല്ല പിന്നെ ഈ പിണക്കോ എന്നൊക്കെ പറഞ്ഞ 2 കുട്ടികളൊക്കെ സത്യം ഭാഗ്യം നമുക്ക് നോക്കേണ്ട കാര്യം അപ്പന്റെ അമ്മയുടെ ശാപം. പിന്നെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതല്ലേ പിന്നെ 2 പെറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. പിന്നെ ഈ തൊലിവെടുപ്പും ഉണ്ടാവൂല, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവൻ നിന്നാൽ അവൻ നിന്നാലായി, നിന്നില്ലെങ്കിലായി. അപ്പൊ ഇവർക്ക് ഇവിടെ മാത്രം നോക്കിയാൽ മതി, അവൻ അവന്റെ പാട്ടിന് പോവല്ലോ. ആ കൊച്ചിന് സുഖമായിട്ട് ആക്കും. തന്റെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ജീവിക്കും. താഴത്തെ തങ്കമണിയുടെ മോളില് മോള് ഇതുപോലെ ഇറങ്ങിപ്പോയി 2 പിള്ളേരായി കഴിഞ്ഞപ്പോ അവൻ ഇട്ടിട്ട് പോയി. വന്നില്ല. അതാ പറഞ്ഞത്, പിന്നെ ഇവക്ക് ഇവളുടെ കാര്യം മാത്രം നോക്കിയാ പോരെ. 100-150 ഉണ്ടെങ്കിൽ സുഖം, ധൈര്യം മാത്രം മതി മോളെ ജീവിക്കാൻ, ഒരു കുഴപ്പമില്ല. കല്യാണം നമുക്ക് എപ്പോ നടത്താം, അതിനുള്ള ഏർപ്പാട് ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞിട്ട് നമുക്ക് 2:30 മണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോവാം. വേണ്ട, എനിക്ക് കല്യാണം കഴിക്കണ്ട. എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഇല്ല, എന്നെ വിട. എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണും. ഇല്ല വേണ്ട, എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണും. ഞാനെന്തോ വേണം? അതെ, നമുക്ക് കല്യാണം കഴിഞ്ഞ് 2 പേരും കൂടെ പോയി അച്ഛനമ്മയും കാണാം. ക്ലീറ്റോങ്ങളെ വാ, എന്നെ വീട്ടിൽ കൊണ്ടുവിട. ഇല്ല, എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണം. എനിക്കിപ്പോ അവരെ കാണണം. എന്നെ ഒന്ന് കൊണ്ടുവിടും പ്ലീസ് അങ്കിളെ. വിളിക്ക് ക്ലീറ്റോ, വിളിക്കാം. സമാധാനമായിട്ടിരിക്കും. കരയാതെ ഒരു കൊച്ചു താല്പര്യമില്ലാതെ വയ്ക്കും, പിന്നെ എന്തോ ശല്യം ചെയ്യണം. പൊറോട്ടയും ചിക്കനും വാങ്ങിച്ച് കഴിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞല്ലോ. മനസ്സ് മാറ്റിയ ചേട്ടാ. എന്റെ മനസ്സ് ആരും പറഞ്ഞ് മാറ്റിയതല്ലേ, എനിക്ക് എന്റെ അച്ഛനും അമ്മയും കാണണം. കേട്ടല്ലോ, കൊച്ചു പറഞ്ഞു. മിണ്ടല്ലേ, ഇനിമേൽ എന്റെ മുന്നിൽ വന്നു പോലും. സാറേ എവിടെല്ലാം തിരഞ്ഞു അതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. കൊച്ചിന് എത്രയും പെട്ടെന്ന് വീഡിയോ ഞാൻ ഇപ്പൊ സാറിനെ വിളിച്ചിരുന്നു. മോളെ കേട്ടാ, സന്തോഷമായിട്ട് പറഞ്ഞേക്ക്, ഓർമ്മയുണ്ടല്ലോ. എല്ലാരും ശരിട്ടാ, നന്നായി പഠിക്കണം കേട്ടാ. ആളു നടരാജ അപ്പുറത്ത് കയറും. ശരിയല്ലേ ചേട്ടാ? എന്റെ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ച് കഴിഞ്ഞിട്ട് എനിക്കിട്ട് പണി തരണ്ടായിരുന്നു ചേട്ടാ. നിങ്ങളോട് ദൈവം ചോദിക്കും. വണ്ടി എടു വിട്ടോ.
ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൾക്കാരും വിഷമം കാണും. ജയം വിഷമിക്കണ്ട കേട്ടോ. അവൾ പൊയ്ക്കോട്ടെ തൽക്കാലത്തേക്ക്. പോയി പഠിച്ച് ജോലിയൊക്കെ മേടിച്ചാലും മേടിക്കാവട്ടെ. ആ നേരം കൊണ്ട് ജയമോനൊരു ജോലി സമ്പാദിക്കും. ആ അപ്പോൾ ആ സമയത്ത് നമുക്ക് എല്ലാവരോടും പറഞ്ഞ് വീട്ടുകാരടുത്തൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നടത്താം. വീട്ടു ഉറപ്പല്ലേ? അയ്യോ നോക്കട്ടെ സാർ. സാറേ, ഓ അയ്യോ മോളെ ഇപ്പോൾ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. ആ അൻസാർ നടരാജനുണ്ട്. പിന്നെ അത് എൻ്റെ സാറേ വിവരം അറിഞ്ഞു പറഞ്ഞതിന് ഞാനും നമ്മുടെ അണികളും പിന്നെ എൻ്റെ അളിയനുണ്ടല്ലോ പോലീസുകാരൻ, ഞങ്ങളപ്പം തന്നെ അങ്ങ് വല വിരിച്ചു. അളിയനെ പോലീസുകാരനാണെങ്കിൽ IPS-കാരൻ്റെ ബുദ്ധിയാണ്. അളിയൻ്റെ ബുദ്ധിയിലൂടെയാണ് ഞങ്ങൾ പിടിച്ചത് മോളെ. ആ ചെറുക്കനെ നല്ല രീതിയിൽ കണ്ട് കൊടുത്തു തന്നെ വിട്ടത് സാറേ. പിന്നെ അളിയൻ്റെ കാര്യം ഒന്ന് സാർ ഓർമ്മയിൽ വെച്ചോളണം. ഒരു പ്രൊമോഷൻ്റെ SI. ഓ ഓ ഓ പൈസ അതൊന്നും വേണ്ട സാറേ. സ്കോച്ച് വാ. ഓ സാറിൻ്റെ സന്തോഷം നമ്മളെയും സന്തോഷം. ഓ ഓ ഓ ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. ഓ താങ്ക് യു സാറേ. കനകോ ഒന്ന് നോക്കിയിരുന്നോടാ, നിന്നെ ആകാശത്തോട്ട് പറത്തി വിട്ടിട്ടുണ്ടോ? നേരെ സർക്കിൾ DSP ആക്കുമെന്ന് അറിയാൻ വയ്യല്ലോ എനിക്ക്. അതൊന്നും വേണ്ട വേണ്ട. അപ്പുകുട്ടൻ സാറ് വിചാരിച്ചാലും പലതും സംഭവിക്കും. അല്ല നമ്മളൊന്നും മോശമായിട്ട് കണ്ടില്ല. നല്ല എന്തായാലും ആ കാര്യം സമാധാനമായി. ഇതിന്റെ സന്തോഷത്തിൽ ഒരു 25,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന്. ന്യൂ ഇയർ ആഘോഷിക്കാൻ പിന്നെ ഒരു സ്കോച്ചും ഇപ്പം അവരുടെ കൊടുത്തു വിടും. അയ്യോ അടിക്കണമെങ്കിൽ അമ്മാവനെ വിളിക്കണം. പിന്നെ അമ്മാവില്ല ഒരു ആഘോഷം ഇങ്ങനത്തെ അത് വേണം. അമ്മാവ ഇല്ലാത്തൊരു ആഘോഷം നമുക്ക് ശരിയാവില്ല. കാരണം എന്തിനും അതിന് കൂടെ ഉള്ള ആളാ. ചുമ്മാ കുളമൊന്നും ആക്കൂല. ആര് അമ്മാവനാ? എവള് അമ്മാവ ക്ലീറ്റ് അല്ല കനകനാ. ആ അതെ, ഇത് വൈകിട്ട് കിട ഇറങ്ങോ, നമുക്കൊന്ന് ആഘോഷിക്കേണ്ടി വേറെ. അതെന്താ? ഹലോ എന്താ അമ്മ പിണങ്ങിയിരിക്കുക, ഇനി ഇങ്ങോട്ട് വരില്ലെന്ന്. എന്ത് കാര്യം? എന്ത് ഗിരിയൊക്കെ ചീര കൊടുക്കാത്തുണ്ട്. Aliens.